ഒരു 3-4 പടക്കങ്ങൾ, വലിയ പടക്കങ്ങൾ പൊട്ടിച്ചപ്പോഴാണ് അത് മാറിയത് തന്നെ. ഇന്നലെ രാത്രിയിലാകുമ്പോൾ ഇവിടെ പോളിംഗ് ബൂത്ത് അല്ലേ, പോളിംഗ് സെന്റർ ആകുമ്പോൾ ഇവിടെ ഒരു ഡ്യൂട്ടി പോലീസുകാരനും മറ്റ് സ്റ്റാഫുകളെല്ലാം രാത്രി തന്നെ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അവരെല്ലാം ഇച്ചിരി ഭയപ്പെട്ടു. പിന്നെ റോഡിൽ കൂടെ ലൈറ്റൊക്കെ, ഹെഡ് ലൈറ്റൊക്കെ അടിച്ചു നോക്കിയപ്പോഴത്തേന് ആന ചെക്ക് പോസ്റ്റിന്റെ സൈഡിലേക്ക് ഓടി മാറുകയാണ് ചെയ്തത്. സ്കൂളിൽ നിന്ന് ഒരു അബൌട്ട് 100-150 മീറ്റർ അല്ലേ ഉള്ളൂ. റോഡ് സൈഡിൽ തന്നെ അല്ലേ കൃഷിയും കാവൽമാടം ഉള്ളത്. അമീത് അവിടെ ഉറക്കമായിരുന്നു. ഞാനും ഉണർന്നു ലൈറ്റുമായിട്ട് വന്നപ്പോഴത്തേന് അമീത് പറഞ്ഞു ആന എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ആന അങ്ങേ പുരയിടത്തിൽ കൂടെ ഓടുന്ന ശബ്ദങ്ങളൊക്കെ കേട്ടു. ഇവിടെ പോളിംഗ് ബൂത്ത് അല്ലേ, അപ്പം രാത്രി തന്നെ എല്ലാ സ്റ്റാഫുകളും ഉണ്ട്. 5 പേരോളം ഉണ്ടായിരുന്നു ഇവിടെ. അവർ ഭൂരിഭാഗം സ്ത്രീകളാണ്. ഒരു പോലീസ് സബ് ഇൻസ്പെക്ടറാണ് ഓൺ ഡ്യൂട്ടി ഉള്ളത്. അവരെല്ലാം ഇത് കേട്ട് ഇച്ചിരി ഭയാകുലരായി. കാര്യം രാവിലെ അവർ റെഡിയാകുന്ന സമയത്താണ് ഈ ആനയുടെ വരവും പോക്കും എല്ലാം. ഇതിന് ഒരാഴ്ച മുമ്പ് ഈ സ്കൂളിനോട് ചേർന്ന് തന്നെ ആ മതിലിൽ കൂടെ ഇറങ്ങി ഈ റോഡിൽ നിൽക്കുകയും ഓടിച്ചുവിടുകയും ചെയ്തതാണ് ആനയെ. എല്ലാവരും ഭയപ്പാടാണ്. പോളിംഗ് ഓഫീസേഴ്സും എസ്പെഷ്യലി ഞങ്ങളും ഒക്കെ ഇച്ചിരി ഭയപ്പെട്ടു. കാര്യം ഇലക്ഷൻ ഇന്ന് തന്നെ നടക്കുന്നില്ല. 7 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്ന സമയമാണ് ഇവന്റെ വരവും പോക്കും ഒക്കെ. എന്തായാലും ഇതൊരു മാറാശാപമായിട്ട് മാറിയേക്കുന്നോ എന്നൊരു സംശയം ഈ കല്ലേലി ജംഗ്ഷനിൽ. ഇന്നലെ വളരെ നാളത്തെ ഒരു അവധിക്ക് ശേഷം, അതായത് ഒരു 3 ആഴ്ചത്തെ അവധിക്ക് ശേഷം ഇന്നലെ വെളുപ്പിനെ ഒരു 4 മണിയായപ്പോൾ ഒരു ഒറ്റാൻ കൊമ്പൻ ഈ സമീപത്തുള്ള നമ്മുടെ ഈ സ്കൂളിന് നേരെ മുൻവശത്ത് അപ്പുറത്തായിട്ടുള്ള ഇടത്ത് വശത്തുള്ള ഹമീദിന്റെ വാഴയ്ക്കകത്ത് വരികയും വാഴ ചവിട്ടി നശിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹമീദ് എണ്ണീച്ച് ബഹളം വെക്കുകയാണ്. പടക്കം പൊട്ടിച്ചപ്പോൾ ആന ഓടുകയൊക്കെ ചെയ്തു. ഇതൊരു 4 മണിക്കാണ്. 4 മണിക്ക് വന്ന് കയറി വാഴ എടുത്തു. ഞാൻ ഷെഡിനകത്ത് കിടക്കുക. ഇറങ്ങി നോക്കുമ്പോൾ ആന നിൽക്കുവാണ്. ഞാൻ പിന്നെ പടക്കം പൊട്ടിച്ച് അന്നേരം സ്കൂളിൻ്റെ അടുത്ത്, ഈ വോട്ട് നടക്കുന്ന സ്കൂളിൻ്റെ അടുത്താണ് ഈ സംഭവം. അപ്പോൾ ഈ സ്കൂളിലുള്ളവരെല്ലാം വന്ന ഡ്യൂട്ടിക്കാരെല്ലാം വരണ്ട് കാണും. കാരണം എന്താ വെച്ചാൽ ആനയല്ലയോ. പടക്കം പൊട്ടിച്ചപ്പോഴല്ലേ അവർ അറിയുന്ന ആന വന്ന് കാണുമെന്നുള്ള പ്രതീക്ഷയാണ്. സ്കൂളിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു 100-150 മീറ്റർ. അവര് ഭയപ്പാടില്ല. അല്ല പിന്നെ കാട്ടാനയല്ലേ, അല്ലാതെ ഇത് വിളിച്ചാൽ നിൽക്കുന്നതൊന്നും അല്ലല്ലോ. കൃഷി നശിപ്പിച്ചേക്കോ, എന്റെ വാഴയും അതെല്ലാം എടുത്തേക്കോ. അങ്ങനെ ഞാൻ അറിയുന്നു. കാരണം ഒന്ന് സൗണ്ട് കേട്ടു. ഇതിപ്പോ ഒരു 2-3 ആഴ്ച കൂടിയിരുന്നപ്പോഴാണ് ഇത് വന്നേക്കുന്നത്. 2-3 ആഴ്ചത്തേക്ക് കുഴപ്പമില്ലായിരുന്നു. 2-3 ആഴ്ചയായി. എല്ലാവരും ഉണ്ട്. എല്ലാം സ്കൂളിലുണ്ടല്ലോ. അവര് പിന്നെ ബൂത്തായതുകൊണ്ട് ഇവിടെ ഇരിക്കുമായിരുന്നു. അവര് വരണ്ട നോക്കി നിൽക്കുക. എന്തുവാ ഭയപ്പാട്.